ദൈവം ഒരു കാര്യത്തിൽ നോ പറഞ്ഞാൽ നമ്മുടെ തീരുമാനങ്ങൾ നോ ആയിരിക്കണം. പുറപ്പാട് പുസ്തകം വായിക്കാൻ നമുക്കറിയാം, ആദ്യത്തെ യുദ്ധം നടത്തുമ്പോൾ യഹോവയായ ദൈവം പറയുന്നുണ്ട്, അമാലേക്കരെ ഈ ഭൂമിയിൽ നിന്നും അവരുടെ ഓർമ്മയെ ഛേദിച്ച് കളയണമെന്ന്. ഇസ്രായേൽ മക്കളോട് പറയുന്നത്, നിങ്ങൾ അമാലേക്കരുടെ ഓർമ്മയെ ഛേദിച്ച് കളയണമെന്ന്. എന്നാൽ പിന്നീട് യോശുവയുടെ മരണത്തിന് ശേഷം പിന്നെയും 150 വർഷം കഴിഞ്ഞു, പിന്നെയും 400 വർഷത്തോളം കഴിഞ്ഞു. പിന്നീട് ശൗലിനെ രാജാവായിട്ട് ശമൂൽ അഭിഷേകം ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അത്രയും കാലയളവിലും അമാലേക്കരുടെ ഓർമ്മയെ ഛേദിച്ച് കളഞ്ഞിട്ടില്ല. എന്നാൽ ശൗലിനോട് യഹോവയായ ദൈവം ശമൂവേൽ മുഖാന്തരം പറയുന്നതാണ്, അമാലേക്കരെ നശിപ്പിച്ച് കളയണം. നമുക്കറിയാം ആ ഭാഗമൊക്കെ. ശൗല് പോയി ബലവാന്മാരായവരെ ഒന്നും ചെയ്യാതെ ബലഹീനരായവരെ ഒക്കെ നശിപ്പിച്ചിട്ട് വരുന്നൊരു ഭാഗമുണ്ട്. എന്നാൽ അവിടെയും സെൽഫ് സെന്റേഡ് ആയിരിക്കുന്ന ശൗൽ അവിടെയും അമാലേക്കരെ തോൽപ്പിച്ച് കളഞ്ഞില്ല. ദൈവം എന്താണോ നോ പറഞ്ഞത് അതിലേക്ക് നമ്മുടെ കൈ നീട്ടരുത്. ശൗല് പോയി ബലവാന്മാരെ വെറുതെ വിട്ടു. എന്നാൽ പിന്നീട് നമുക്കറിയാം, അമാലേക്കർ കാരണമാണ്, അല്ലെ അമാലേക്കരുടെ കൈ കൊണ്ടാണ് ശൗൽ മരിച്ചത്. പിന്നീട് നമുക്ക് തുറന്നുള്ള ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അമാലേക്കർ എവിടെ എത്തി, ഏത് മല്ലന്മാരുടെ ഭാഗത്തിൽപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് അമാലേക്കർ ആരാണെന്ന് നമുക്കറിയാനായിട്ട് കഴിയും. ഇതൊക്കെ തുടങ്ങിയത് യഹോവയായ ദൈവത്തിന്റെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടും യഹോവയുടെ വാക്ക് നമ്മൾ അനുസരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്രകാരമാണ്: നമ്മളോട് ദൈവം ഒരു കാര്യത്തിൽ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് നോ ആയിരിക്കണം. അവിടെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടായിരിക്കരുത്. അവിടെ യാതൊരു കാര്യത്തിലും നമ്മൾ മാറ്റി വെക്കരുത്. ദൈവം നോ പറഞ്ഞിട്ടുണ്ടോ, നമ്മളും നോ ആയിരിക്കണം. അത് നമ്മുടെ ഫ്യൂച്ചർ കാര്യമായിക്കോട്ടെ, നമ്മുടെ ഭാവി കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ ജോലി സംബന്ധമായ വാട്ട് എവർ. ദൈവം നോ പറഞ്ഞിട്ടുണ്ടോ, നമ്മളും നോ ആയിരിക്കണം. മറന്നു പോകരുത്. ദൈവത്തിന്റെ നോ നമ്മുടെ നോ ആയിരിക്കണം. ദൈവത്തിന്റെ നാവ് നമ്മുടെ നാവായിരിക്കണം. നമ്മുടെ ദിവസമാണ്. God bless you.